നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഗായിക, നാടകനടി, ചലച്ചിത്ര നടി, സംഗീതജ്ഞ എന്നീ നിലകളിൽ പ്രസിദ്ധിയായി തീർന്ന ഒരു ബഹുമുഖ പ്രതിഭയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ അധ്യായത്തിൽ പറയുന്നത്. അതുതന്നെയല്ല, മറ്റൊരു റെക്കോർഡിന് ഉടമസ്ഥയുമാണ് ഈ നടി. അടൂർ ഭാസിയോടൊപ്പം 100 ചിത്രങ്ങളിൽ നായികാ പദവി അലങ്കരിച്ച ശ്രീലത നമ്പൂതിരിയെ കുറിച്ചാണ് ഞാൻ ഈ അധ്യായത്തിൽ പറയുന്നത്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന ബാലകൃഷ്ണൻ നായരുടെയും മ്യൂസിക് ടീച്ചറായിരുന്ന കമലമ്മയുടെയും മകളായി 1950 ശ്രീലത ജനിക്കുന്നത്, കരുവാറ്റയിൽ. അന്ന് അച്ഛനും അമ്മയും ഇട്ട പേര് ശ്രീലത എന്നല്ല. സ്കൂളിൽ ചെന്നപ്പോഴാണ് ശ്രീലത എന്ന പേര് വരുന്നത്. അച്ഛനും അമ്മയും ഇട്ട പേര് വസന്ത എന്നായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് കരുവാറ്റ ഗേൾസ് സ്കൂളിലാണ്. അപ്പൊ അമ്മയ്ക്ക് പല സ്ഥലത്ത് സ്ഥലം മാറ്റം വരുന്നതനുസരിച്ച് മാറി മാറി താമസിക്കേണ്ടി വരുന്നു. പിന്നീട് താമസിച്ചത് ഹരിപ്പാട്ടാണ്. അപ്പൊ ഹരിപ്പാട്ടും കരുവാറ്റയായിട്ട് അടുത്തുള്ള സ്ഥലമാണ്. ഹരിപ്പാട്ടാണ് പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്നത്. ആ പഠിക്കുന്ന കാലത്താണ് ഒരു ഗാനം ആലപിക്കാൻ അവസരം കിട്ടുന്നത്. അതും നമ്മുടെ പ്രസിദ്ധനായ ശ്രീകുമാരൻ തമ്പി. അന്ന് ശ്രീകുമാരൻ തമ്പി കവിതയൊക്കെ എഴുതി തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവർ നാട്ടുകാരും കൂടിയാണ്. അങ്ങനെ അതിലെ യുവജനോത്സവത്തിൽ ഒരു ഗാനം ആലപിക്കുവാനുള്ള ഭാഗ്യം ശ്രീലതയ്ക്ക് ലഭിച്ചു. ആ ഗാനം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതോടുകൂടി അവർ അവിടെയെല്ലാം അറിയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന സമയത്താണ്, ഈ പാട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ KPSCയിൽ നിന്ന് തോപ്പിൽ ഫാസി വരുന്നത്. തോപ്പിൽ ഫാസി വന്നിട്ട് പറയും, ഇതില് നമ്മുടെ നാടകത്തിൽ പാടണം. അപ്പൊ അഭിനയത്തിനോട് ശ്രീലതയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പാടുവാൻ അവസരം ലഭിക്കുകയാണ്. അങ്ങനെ യുദ്ധകാന്ഡം എന്ന നാടകത്തിലാണ് ആദ്യം പാടുന്നത്. പിന്നീട് നിരവധി നാടകങ്ങളിൽ സ്ഥിരം ഗായികയായിരുന്നു. അങ്ങനെ നാടകത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടി വന്നില്ല. അതൊരു നിയോഗമാണ്. ആ നടിക്ക് പകരം തോപ്പിൽ ഫാസി പറഞ്ഞു, നിനക്ക് അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആ വേഷം അഭിനയിച്ചു, അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ സ്ഥിരം നാടകത്തിൽ അഭിനയവും പാട്ടും തുടർന്നു പോകുന്നു. അപ്പൊ ഗായിക എന്നുള്ള നിലയിലും നാടക നടി എന്നുള്ള രീതിയിലും അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഹരിപ്പാട്ടും പരിസര പ്രദേശങ്ങളിലും അവർ പ്രശസ്തയാകാൻ തുടങ്ങി. ശ്രീലതയുടെ അച്ഛന്റെ സഹോദരിയായിരുന്നു കുമാരി തങ്കം. കുമാരി തങ്കത്തെ പഴയ തലമുറക്കൊക്കെ അറിയാം. പ്രേംനസീറിനോടൊപ്പം ധാരാളം ചിത്രങ്ങളിൽ ആദ്യകാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കുമാരി തങ്കത്തിന്റെ ഭർത്താവ് ഒരു സിനിമ എടുക്കുന്നു, വിരുദൻ ശംഖു. അപ്പൊ വിരുദൻ ശംഖു സിനിമയിൽ നായകനാരാന്നറിയാം? അടൂർ ഭാസിയാണ്. അപ്പോൾ അതിൽ അഭിനയിക്കുവാൻ ഒരവസരം ലഭിക്കുകയാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അഭിനയത്തിൽ വലിയ താല്പര്യമില്ലെങ്കിലും അഭിനയിക്കാവുന്നൊരു മോഹം ശ്രീലതയിലും ഉടലെടുത്തു. അപ്പോൾ ശ്രീലതയുടെ സങ്കല്പങ്ങളെ പറ്റി ശ്രീലത തന്നെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ഇപ്പോൾ പ്രേംനസീറിന്റെ സത്യം മാഷുടെയോ മധു ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ അവരുടെ നായികയായിട്ട് എനിക്ക് അരങ്ങേറാം എന്നൊരു ധാരണയിലാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നതാണ് നിങ്ങളുടെ നായകൻ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീലത ആകപ്പെടെ അന്തം വിട്ടുപോയി. ഒരു 40 വയസ്സിന് അടുത്ത് പ്രായമുള്ള, തടിച്ചിട്ട് വെറ്റിലേക്ക് മുറുക്കിയിരിക്കുന്ന ഒരാൾ. ശ്രീലത പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന് കൂടെ അഭിനയിക്കില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് അത് തന്നെയല്ല, ഹാസ്യം ഒട്ട് വരികയില്ല അഭിനയിക്കുക. അങ്ങനെ ആ പടത്തില് അടൂർ ഭാസി കാരണം അവർ ഒഴിവായി പോവുകയാണ്. എനിക്ക് എൻ്റെ നായകനാകാൻ പറ്റിയ ആളല്ല എന്നൊരു സങ്കല്പം ശ്രീലതയ്ക്ക് വന്നു. ആ പടം ഉപേക്ഷിക്കുകയായിരുന്നു. ആ ഇടയ്ക്ക് നസീറും ഷീലയും നായകന്മാരായി അരങ്ങേറിയ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രം. അതില് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന പാട്ട് സീനിൽ കുറച്ച് ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന ഒരു സീൻ ലഭിക്കാനിടയായി. അപ്പോൾ ആ പാട്ട് പാടി തീരുന്നതിന് മുമ്പ് ഇടയ്ക്ക് ശ്രീലത ഒന്ന് എഴുന്നേക്കും. അപ്പോൾ ഒരു ക്ലോസപ്പ് കാണിക്കും. സത്യം പറഞ്ഞാൽ അതാണ് ശ്രീലതയുടെ ആദ്യത്തെ ചിത്രം. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം ശ്രീലത ഇരിക്കുമ്പോൾ ആശാചക്രം എന്നും പറഞ്ഞൊരു സിനിമ വന്നു. ആശാചക്രം, അത് സത്യൻ മാഷ നായകനായ സിനിമയാണ്. അതിൽ അദ്ദേഹത്തിന്റെ മകളുടെ വേഷത്തിൽ അഭിനയിച്ചു. എന്തുകൊണ്ടോ ആ പടം കുറച്ച് താമസിച്ചാണ് വന്നത്.
1971 സത്യം മരിച്ചതിന് ശേഷം 74 പുറത്തു വരുന്നത്. അപ്പൊ അതോടെ ഇത് 2 ചിത്രങ്ങളിലുമാണ് ആദ്യകാലത്ത് അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിനയം കഴിഞ്ഞതിന് ശേഷമാണ് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ALS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രേംനസീർ തന്നെ നായകനായ പഠിച്ച കള്ളൻ എന്ന ചിത്രം, അതിലോട്ട് ഇവരെ വിളിക്കുകയാണ്. അപ്പോഴും അവിടെ ചെല്ലുന്ന വളരെ പ്രതീക്ഷയോടെയാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ദേ നിങ്ങളുടെ ജോഡി അടൂർ ഭാസി തന്നെയാണ്, അടൂർ ഭാസിയുടെ കൂടെ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾ വേഷം തരാമെന്ന് പറയും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അടൂർ ഭാസിയുടെ കൂടെ അഭിനയിക്കുകയാണ്. അപ്പോൾ അതില് അഭിനയിക്കാൻ ചെന്നപ്പോഴുള്ള കാര്യം പറയുന്നുണ്ട്, ഈ ഭാസി വിരട്ടുന്നൊരു സ്വഭാവക്കാരനാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഡയലോഗ് ഒന്നും ഇവർ പറയുന്ന ഡയലോഗ് ഒന്നും പറയില്ല. ടേക്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. ആ ഷൂട്ടിംഗ് കറക്റ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലിട്ട് പലതും പറയും. ഈ കയ്യിൽ നിന്നിട്ട് പറയുമ്പോൾ ഇതനുസരിച്ച് ഇവർക്ക് പറയാൻ പറ്റാതെ വന്നു. അങ്ങനെ ധാരാളം വഴക്കുകൾ, അദ്ദേഹത്തിന്റെ ദേഷ്യപ്പെടലുകൾ ധാരാളം കേട്ടിട്ടുണ്ടെന്നാണ് ശ്രീലത പറയുന്നത്. പക്ഷേ അതൊരു പരിധി വരെ നന്നായി എന്നാണ് പറയുന്നത്. അത് കാരണം വീണ്ടും വീണ്ടും എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അത് തന്നെ അന്നത്തെ കാലത്ത് ഹാസ്യരംഗം അഭിനയിക്കാൻ നായികമാരും ഇല്ല. ആ ഒരു അവസരത്തിൽ അവർ ധാരാളം ചിത്രങ്ങളിൽ ഭാസിയുടെ കൂടെ അഭിനയിക്കുകയായിരുന്നു. ഡോക്ടർ കാലടി നമ്പൂതിരിയാണ് ശ്രീലതയെ വിവാഹം കഴിച്ചത്. കുന്നംകുളത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് ആയിരുന്നു, ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു. അതാണ് 1968 മുതൽ 2000 വരെ നിറഞ്ഞു നിന്നു. 2000-ന് ശേഷം കുറച്ച് ബ്രേക്ക് വന്നു. പിന്നീട് തിരിച്ചു വരുന്ന സിനിമ വിനോദയാത്രയാണ്. വിനോദയാത്രയിലൂടെയാണ് പിന്നീട് തിരിച്ച് അഭിനയ രംഗത്തോട്ട് വരുന്നത്. അപ്പൊ കോളിളക്കം കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കുന്നത് വിനോദയാത്രയാണ്. അതിനുശേഷം പിന്നെ പുതിയ തലമുറയോടൊപ്പം ധാരാളം ചിത്രങ്ങൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതായത് അവര് കൂടുതലും ഹാസ്യവേഷങ്ങളാണ് എടുത്തിട്ടുള്ളത്. കൂടുതലും അതായത് അടൂർ ഭാസിയോടൊപ്പം നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വേഷങ്ങളാണ് ധാരാളം എടുത്തത്. അതിലുപരി നല്ല നല്ല ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതായത് അരക്കണ്ണൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിലൊക്കെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, ശ്രീവിദ്യയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടൂർ ഭാസിയോടൊപ്പം പിന്നെ അമൃതവാഹിനിയിൽ ഒരു പാട്ട് എല്ലാവരും കേട്ടുക, അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം എന്ന് പറഞ്ഞ അടൂർ ഭാസിയോടൊപ്പം പാടിയിട്ടുണ്ട്. അപ്പൊ ധാരാളം പിന്നണിയിലും ധാരാളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തച്ചോളി മരുമകൻ ചന്തു അതിലൊക്കെ ഗായികയായിട്ട് അറിയപ്പെട്ടു. ശ്രീലതയുടെ ഇഷ്ടനടൻ അന്നും ഇന്നും ശിവാജി ഗണേശനാണെന്നാണ് പറഞ്ഞത്. ഒരു നടനോടും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല, ശിവാജി ഗണേശനോട് മാത്രമേ എനിക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ താല്പര്യം തോന്നിയിട്ടുള്ളൂ എന്ന് ശ്രീലത പറയുന്നു. അതുപോലെ ശ്രീലതയുടെ ഇഷ്ട നടി ഷീലയാണ്. ശ്രീലത പറയുന്നത് പല നടികളും വന്നെങ്കിലും ഇന്നും വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത് ഷീല തന്നെയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതുതന്നെയല്ല, ഞാൻ വേദിയിൽ ഷീലയെ ഇരിക്കെ ചെയ്ത് ഷീലയെ അനുകരിച്ചിട്ടുമുണ്ട്. അതിലും എനിക്ക് വളരെ അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തികഞ്ഞ ഒരു ഈശ്വരഭക്തയും കൂടിയാണ്, ഒരു കൃഷ്ണഭക്തയും കൂടിയാണ് ശ്രീലത. ഇപ്പോൾ ധാരാളം സീരിയലുകളിൽ നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടനടിയും കൂടിയാണ് ശ്രീലത. ഇനിയും അവസരങ്ങൾ വന്നാൽ ധാരാളം സിനിമകളിൽ അഭിനയിക്കണമെന്നുള്ള മോഹമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. അവരൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ സിനിമാ അഭിനയവും സീരിയൽ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ ചിരിച്ചിട്ട് പറഞ്ഞു, വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇതില് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഡ്രസ്സ് മേടിക്കണം സീരിയലിൽ, മറ്റേ നിർമ്മാതാക്കൾ വഹിച്ചോളൂ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നാണ് ശ്രീലത പറഞ്ഞത്. ഇനിയും നമുക്ക് ശ്രീലതയിൽ നിന്നും ധാരാളം കഥാപാത്രങ്ങളെ പ്രതീക്ഷിക്കാം.